ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നല്ല മധുരക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നളമൃദുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണേ. ഇന്ന് നമ്മളിവിടെ വെക്കാൻ പോണത് പൈനാപ്പിൾ പച്ചടിയാണ്. അതിന് വേണ്ട സാധനങ്ങളാണ് രണ്ട് വലിയ പൈനാപ്പിളാണിത്, നന്നായിട്ട് കുത്തിയരിഞ്ഞത്. അതിൻ്റെ അരപ്പിന് വേണ്ട സാധനമാണ് തേങ്ങ, ഉള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, മുളക് പൊടി, ശർക്കര പാനി ഉണ്ടാക്കാൻ, കപ്പലണ്ടി, കിസ്മിസും എല്ലാം നെയ്ക്കകത്ത് വറുത്തിടാൻ. നെയ്ക്കകത്ത് ഇത് ആദ്യമേ വറക്കണം. ഒഴിക്കാം. നെയ്യ് ഒഴിച്ച് വേണം പൈനാപ്പിൾ വരട്ടിയെടുക്കാൻ. നമ്പീശൻ്റെ നെയ്യാണ് നമ്മളിവിടെ സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. അതാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. തീരെ നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ പൈനാപ്പിളാണ്. അത് ഒരേപോലെ അരിഞ്ഞിരിക്കുന്നത്. അതായത് വരണ്ട് വരുന്നത് ഒരേപോലെ ആവണം, അല്ലെങ്കിൽ ചിലത് ചെറുതാതെ കിടക്കും. ഇതിനകത്ത് പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചടി രണ്ട് തരത്തിലുണ്ട്. മാമ്പഴ പച്ചടിയുണ്ട്, പൈനാപ്പിൾ പച്ചടിയുണ്ട്. പക്ഷെ സദ്യക്ക് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. അത് ആണ് എല്ലാവരും സദ്യകൾക്ക്. അല്ലാതെ വെറുതെ നമ്മൾ വീടുകളിലൊക്കെ വെക്കുമ്പോൾ മാമ്പഴ പച്ചടി വെക്കും. പൈനാപ്പിൾ നന്നായിട്ട് വേകാൻ തുടങ്ങി. അപ്പോൾ അതിനകത്തെ വെള്ളം മുഴുവൻ വെന്തിറങ്ങുന്നതാണ്. ഈ വെള്ളം വറ്റി നെയ്ക്കകത്ത് കിടന്ന് വരണ്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ഇത് മുഴുവൻ വറ്റണം. പൈനാപ്പിളിനകത്തെ വെള്ളം മുഴുവൻ വറ്റി ഇത് വരണ്ട് വരണം, നന്നായിട്ട് വരണം. അതിന് ഇനി സമയമെടുക്കും. വെള്ളം മുഴുവനും വറ്റി കൊണ്ടില്ലേ, ശകലം പോലും വെള്ളമില്ലാണ്ടായി. ഇനിയാണ് നമ്മൾ അരിഞ്ഞ് വരട്ടിയെടുത്തത്. അത് നിറച്ചുണ്ടായിരുന്ന സാധനമാണ് ഇപ്പം ഇത്രയായി തീർന്നേക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ശർക്കര പാനി ഉണ്ടാക്കുവാണ്. നമുക്ക് ഈ പച്ചടിക്ക് വേണ്ടിയിട്ട് ശർക്കര പാനി ഉണ്ടാക്കണം. അതിന് ശർക്കരക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇത് തിളച്ച് വറ്റി വരുന്നതാണ് ശർക്കര പാനി. അത് ചേർത്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ചേരുവകൾ ചേർത്ത് പച്ചടിയുടെ അവസാന ഘട്ടത്തിൽ എത്തുന്നത്. അതിനകത്തോട്ട് നമ്മൾ ശർക്കര പാനി ഒഴിക്കുക. ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിക്കണം. ഉരുണ്ട ശർക്കരയാണ് എടുത്തത്. പാനി ഒഴിച്ച് പൈനാപ്പിൾ വരട്ടിയത് നന്നായിട്ട് സെറ്റായിട്ടിരിക്കുന്നത്. അതിനകത്ത് അല്പം ഉപ്പിടണം. അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്പം ഉപ്പിട്ട് ഇനി ഇതിനകത്ത് അടപ്പ് ചെയ്യാം. പൈനാപ്പിൾ നന്നായിട്ട് വരണ്ട് വെള്ളമെല്ലാം വറ്റി ശർക്കരപ്പാനി ചേർത്ത് അതിന് ശേഷം അരപ്പും ചേർത്ത് നന്നായിട്ട് വരണ്ടിരിക്കുന്നു. ഇപ്പം ഇതിൻ്റെ കൂടെ ഏലക്കാപ്പൊടി ചേർക്കുക. ഏലക്ക പൊടിക്കണമെങ്കിൽ അല്പം പഞ്ചസാര ഏലക്കായും കൂടി ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുവാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഒന്നും കടിക്കത്തില്ല. ഇതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടും. ഇത് ശേഷം നെയ്ക്കകത്ത് കപ്പലണ്ടി കിസ്മിസും വറുത്തിടണം. അതിനുശേഷം
കടുക് വറക്കണം. മുളകും കരിവേപ്പില കടുക് ഇട്ട് ഓൾറെഡി നമ്മൾ കരിവേപ്പില ഇതിനകത്ത് ചേർത്തതാണ്. എന്നാലും കടുക് വറക്കുമ്പം രണ്ട് കരിവേപ്പിലയും കൂടെ ഇടണം. കടുക് വറക്കണം. അപ്പോൾ മധുരക്കറി വെക്കാൻ എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ പുതിയൊരു വിഭവമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.